ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? നമ്മൾ ഇന്നത്തെ വെള്ളിയാഴ്ചയാണെന്ന്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. രാവിലെ തന്നെ നല്ല നീർദോശയും പിന്നെ നമ്മൾ പയർ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ ചായ കുടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറിയ മോന് മാത്രമേ ചായ കുടിക്കാണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവനക്ക് എടുത്ത് വെച്ചതാണത്. പിന്നെ ചായ കുടി കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു. പിന്നെ അതാ ചോറ് അടുപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായ കുടിക്കേണ്ടതിന് മുന്നേ തന്നെ ഇപ്പം മീനൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല അയിലച്ചമ്പാനാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അയിലച്ചമ്പാനൊക്കെ ഞാൻ നന്നാക്കി എടുക്കുകയാണ്. ചായ കുടിയും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം മീൻ നന്നാക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നന്നാക്കിയിട്ട് ഇപ്പോൾ പറഞ്ഞു ഇത് പൊരിച്ചാൽ മതി, പിന്നെ അതുപോലെ വെള്ളരിക്കയും ചക്കക്കുരും കൂടെ കറി വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ നന്നാക്കി നല്ല പോലെ വരഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി അതൊന്ന് കഴുകിയെടുക്കട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. പിന്നെ അതിൻ്റെ വേസ്റ്റൊക്കെ കോഴികൾക്ക് ഇട്ട് കൊടുത്തിട്ട് അവരതൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ അതൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു. മീനിൻ്റെ വേസ്റ്റൊക്കെ അവർക്ക് ഇട്ട് കൊടുത്തിട്ടായിരുന്നു കേട്ടോ. ഞാൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള കോഴികളാണ് കേട്ടോ. അപ്പോൾ അവർ മീൻ നന്നാക്കാനിരുന്നാൽ അതിൻ്റെ അടുത്ത് വന്ന് നിൽക്കട്ടോ, അവർക്ക് അതിൻ്റെ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ വേസ്റ്റ് വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് മീനൊക്കെ അടിപൊളിയായിട്ട് കഴുകി കൊടുന്ന് മസാല പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പയർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടെ പച്ചക്കായും കൂടെ ഇട്ടിട്ട് ഉപ്പേരി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നാളെ തറവാട്ടിൽ പോയപ്പോൾ അവിടുന്ന് ഉമ്മ തന്നു വിട്ടതാണ് കേട്ടോ. റോബസ്റ്റിൻ്റെ നല്ല മൂക്കാത്ത പച്ചക്കായാണ് കേട്ടോ. ഇത് ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പയർ കൂടെ ഇട്ടിട്ട് അത് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പയറും ഇവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് കുക്കറിലിട്ടിട്ട് ഒരൊറ്റ ഫിസിലടിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് അതിൻ്റെ ഫിസിൽ ഒഴിവാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടാവും. പിന്നെ അതാ ഉപ്പേരിയൊക്കെ വെന്ത് ഞാനതൊന്ന് വറവിട്ടെടുക്കാൻ വേണ്ടി നിൽക്കാം കേട്ടോ. ഒന്ന് തൂമിക്കാൻ വേണ്ടിയിട്ട് ഉള്ളി അരിഞ്ഞ് എണ്ണ വെച്ചിട്ടുണ്ട്. പിന്നെ അത് തൂമിച്ചെടുത്തിട്ട് പിന്നെ ആ പാനിൽ തന്നെ ഞാൻ മീനും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ബാക്കിയുള്ള മീൻ അങ്ങനെ മസാല പുരട്ടി ഫ്രിഡ്ജിക്ക് വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇന്ന് കുട്ടികൾ രണ്ടാളും തറവാട്ടേക്ക് പള്ളി കഴിഞ്ഞിട്ട് അങ്ങനെ അവിടെ ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് മീൻ പൊരിച്ചെടുത്താൽ മതി എന്ന് വിചാരിച്ചിട്ട് അത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അതാ ചക്കക്കുരും വെള്ളരിക്കയൊക്കെ നുറുക്കി അടിപൊളിയായി കറിയൊക്കെ വെച്ച് തേങ്ങ ഒന്നും അരച്ചിട്ടില്ല, കടുക് വറുത്തിക്കാണ് കേട്ടോ. ഇപ്പോൾ ചോറും കറിയും ഉപ്പേരിയും മീനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എല്ലാതും ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം അങ്ങനെ പള്ളിയിൽ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ പള്ളിയിൽ പോയിക്കണ്. പിന്നെ മക്കൾ ഇതാ പോകാൻ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ പള്ളിയിൽ പോയി വന്നിട്ട് ഇപ്പാക്ക് പുലാമന്തോളം ഒരു മരിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ വന്നിട്ട് ചോറുന്നാണ്. പിന്നെ മക്കൾ വരില്ലല്ലോ, അവർ അവിടുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അവർ വരില്ല. അപ്പോൾ അത് കാരണം ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ കറിയിൽ തേങ്ങ അരക്കാത്തതുകൊണ്ട് ഇപ്പോൾ ചോദിക്കുകയാണ് എന്താണ് തേങ്ങ അരക്കാത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടോ ഇപ്പം അങ്ങനെ ചോദിക്കുകയാണത് എന്ത് കറി എന്താ തേങ്ങ അരക്കാത്തതെന്നൊക്കെ. അങ്ങനെ ഇപ്പോൾ ഭക്ഷണം കഴിച്ച് പോയി. പിന്നെ ഞങ്ങളും നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് ഭക്ഷണം കഴിച്ച് ഒന്ന് കടന്നിറങ്ങിയൊക്കെ നീച്ച് പിന്നെ വൈകുന്നേരമാണ് കേട്ടോ. വൈകുന്നേരം ചായക്ക് ചിക്കൻ പക്കോട ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ മസാലയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കനും ഉള്ളിയും മസാലപ്പൊടി അല്ല മൈദമാവും കടലമാവും ഒക്കെ ഇട്ടിട്ട് ഒക്കെ കൂട്ടി വെച്ചിട്ട് ഞാനതൊന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ച് നിന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഫസ്റ്റിലേത് ഞാനങ്ങനെ ഇട്ടിട്ട് അത് പൊരിച്ചെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ചെറിയ മോൻ വന്നിട്ട് പറഞ്ഞു ഞാൻ ഉണ്ടാക്കിക്കോളാം അമ്മ പോയിക്കോളി പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ ഓൻ്റെ അടുത്ത് കൊടുത്തിട്ട് പിന്നെ ഞാനങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിസ്കരിക്കാൻ പോകും, ബാങ്ക് കൊടുക്കുമ്പോഴത്തേന് ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഓനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയതായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ചായ കുടിക്കാതിരുന്നിട്ടുണ്ടായിരുന്നത്. മഗ്‌രിബിൻ്റെ ശേഷം നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് ചായ കുടിക്കുമ്പോൾ നല്ലൊരു രസമാണല്ലോ. അപ്പോൾ ഞങ്ങൾ മിക്ക ദിവസങ്ങളിലും അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് കുടിക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഓനതൊക്കെ ഉണ്ടാക്കി അതിലേക്ക് മയോണൈസും സോസൊക്കെ ഉണ്ടാക്കി കൊടുന്നിട്ട് അത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അങ്ങനെ പൊക്കവടയൊക്കെ മയോണൈസിലൊക്കെ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു. അസ്സലാമു അലൈക്കും.